ബിൽ കുടിശ്ശിക ഉടൻ നൽകണമെന്നും വർദ്ധിപ്പിച്ച ഫീസുകളും ഫൈനുകളും പിൻവലിക്കണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ബില്ലുകൾ മാറി നൽകാത്തതിനാൽ ചെറുകിട കോൺട്രാക്ടർമാർ പ്രതിസന്ധിയിലാണെന്നും ജില്ലാ പ്രസിഡന്റ് MK ഷാജഹാൻ പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സർക്കാർ വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ വാരി വിതറുമ്പോഴും നാടിന്റെ വികസനത്തിന്റെ മുഖ്യ പങ്കുവഹിക്കുന്ന ഗവൺമെന്റ് കരാറുകാർക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന് മാത്രമല്ല അവഗണനയും നേരിടേണ്ടി വരികയാണെന്നും ഓൾ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MK ഷാജഹാൻ പറഞ്ഞു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഗവൺമെൻറ് കോൺട്രാക്ടർമാർ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കേണ്ട ഒരു സമയമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെൻറ് എല്ലാ രീതിയിലുമുള്ള കരാറുകാരുടെ മേലെ ട്രഷറി നിയന്ത്രണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കരാറുകാർ ചെയ്ത പണികളുടെ ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടുന്നില്ല. 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരു പേയ്മെൻറ്റും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗവൺമെൻറ് കോൺട്രാക്ടർമാർക്ക് ട്രഷറിയിൽ നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച ധനകാര്യ വകുപ്പിൻ്റെ പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയിൽ താഴെ വരെയുള്ള ബില്ലുകൾ പോലും മാറ്റിക്കൊടുക്കേണ്ട എന്നുള്ള കർശനമായ ഒരു നിയന്ത്രണത്തിലേക്ക് ഗവൺമെൻറ് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ചെറുകിട ഇടത്തരം കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നടപടികൾ കാരണം വലിയധികം പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള പുതിയ പല പരിഷ്കാരങ്ങളും ഗവൺമെൻറ് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട്, അശാസ്ത്രീയമായി നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് കരാറുകാർ കൂടുതൽ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികളുടെ പേയ്മെന്റുകൾ മാസങ്ങളായി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുക ട്രഷറികളിൽ നിന്നും മാറിക്കിട്ടുന്നില്ല. ഇപ്പോൾ ഇതിൽ കുറഞ്ഞ തുകയും കിട്ടാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ഭൂരിഭാഗം കരാറുകാരുടെയും ലൈസൻസ് പുതുക്കേണ്ട സമയമാണ്. നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുള്ളതിനാൽ എല്ലാ കരാറുകാരും അധിക തുകയ്ക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കരാറുകാരെ കാര്യമായി ബാധിച്ചിട്ടുള്ളതിനാൽ കരാറുകാരുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള കാലാവധി 31/3/2027 വരെ ദീർഘിപ്പിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഏതൊരു മേഖലയിലും പ്രവൃത്തിയിൽ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ കരാർ മേഖലയിൽ നിന്നും കരാറുകാർ കൊഴിഞ്ഞു പോകുകയാണ്. പലരും രജിസ്ട്രേഷൻ ഉയർന്ന ക്ലാസ്സിൽ നിന്നും താഴ്ന്ന ക്ലാസ്സുകളിലേക്ക് പുതുക്കി നൽകുന്നതിന് പ്രൊവിഷൻ നാളിതുവരെ നൽകിയിട്ടില്ലെന്നും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു A ക്ലാസ് ലൈസൻസ് എടുക്കുന്നത്. എന്നാൽ ഈ മാർച്ച് മാസം മുതൽ A ക്ലാസ് ലൈസൻസ് എടുക്കുന്നതിന് 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റായിട്ട് നൽകേണ്ടിയാണ്. B ക്ലാസ് കോൺട്രാക്ടർക്ക് 3 ലക്ഷം രൂപയും ഡെപ്പോസിറ്റ് നൽകണം. C ക്ലാസ്സുകാരന് ചെറിയ പഞ്ചായത്തുകളിലെ ചെറിയ 5 ലക്ഷം രൂപ വരെയുള്ള വർക്ക് എടുക്കുന്ന C ക്ലാസ് കോൺട്രാക്ടർക്ക് 1.5 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് നൽകണം. ഇത് മാറ്റിത്തരണമെന്ന് കേരളത്തിലെ കരാറുകാരുടെ കോർഡിനേഷൻ കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും പലകുറി ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധമായ അനുകൂലമായ സമീപനവും സ്വീകരിച്ചിട്ടില്ല. ഈ കാരണം കൊണ്ട് തന്നെ കരാറുകാർ വലിയ മാനസികമായ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇത്രയും തുക കൈവശമില്ലാത്ത കോൺട്രാക്ടർമാർ ഈ മാർച്ച് മാസം മുതൽ അവരുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയത്തില്ലാത്ത വരികയും അവർ പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിയ കരാറുകാർ ഇപ്പോഴത്തെ ട്രഷറി നിയന്ത്രണം മൂലം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണെന്നും MK ഷാജഹാൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വളരെയധികം വർക്കുകൾ നടത്തേണ്ട സമയവും അതുപോലെ തന്നെ പൂർത്തീകരിക്കേണ്ട സമയവുമായതിനാൽ ട്രഷറി നിയന്ത്രണം പിൻവലിച്ച് കരാറുകാരുടെ പേയ്മെന്റ് നൽകുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണമെന്നും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MK ഷാജഹാൻ ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. Our shops
കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.